അവസാനമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞങ്ങളിപ്പം 3 വർഷം കൂടുതലായിപ്പോൾ ഒരു താമസത്തിന് വേറെ സ്ഥലത്തായിട്ട് താമസത്തിന് പോയിട്ട് അത് കഴിഞ്ഞ് ഇവൻ്റെ കൈ ഇവർ തമ്മിൽ വഴക്കുണ്ടായി കൈക്കിട്ട് വെട്ടിയത് ഞങ്ങളറിഞ്ഞത് അങ്ങനെയൊന്നുമല്ല. ഇവൻ ഓലമുടൽ വെട്ടിയപ്പോൾ പിന്നെ കൈക്കിട്ട് കൊണ്ടെന്നുള്ളതാണ് ഇവൻ ഇവിടെ വന്ന് പറഞ്ഞത്. അവൻ അവിടെ മറച്ചു വെക്കുകയാണ് ചെയ്തത്. അവൾ വെട്ടിയതായിരുന്നു. അവൾ വെട്ടി കൈ മുറിഞ്ഞായിട്ട് അവിടെ പരിസരവാസികളൊക്കെ ഞങ്ങളിപ്പോൾ ഒടുവിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കൈ വെട്ടി 3 ഞേരാൻ പറ്റും വലത്ത് വശത്ത്. എന്നിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് വണ്ടാനം മെഡിക്കൽ കൊണ്ടുപോയി അവിടെ എടുത്തില്ല. അവിടെ പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന പിന്നെ കോട്ടയം മെഡിക്കൽ കൊണ്ടുപോയി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പോകരുത്, റെസ്റ്റ് വേണം, കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് വേണമെന്ന് പറയും. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ അവൻ അവിടെ വിട്ട് പണിയൊന്നും എടുക്കാനൊക്കത്തില്ല, ഭക്ഷണം കഴിക്കുക, ഇവിടുത്തെ ആരോഗ്യസ്ഥിതിയും മരുന്നൊക്കെ വേണ്ടേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ പറഞ്ഞു നീ എന്തായാലും ഈ കൈ ശരിയാകുന്നവരെ ഇവിടെ നില്ലെന്ന് പറയും. അങ്ങനെ അവളെ പിടിച്ച് നിർത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധിച്ച് പിന്നെ എന്നോട് പറഞ്ഞ ആഴ്ച ഡ്രസ്സ് ചെയ്യണം, ഇവിടെ പിന്നെ ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ആശുപത്രിയിൽ പോയി ഡ്രസ്സ് ചെയ്തും പിന്നെ നേരെ അങ്ങോട്ട് വീണ് ചെയ്തത്, ഇവിടെ വന്നില്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇയാളുടെ കൈക്ക് പരിക്കുണ്ട്. അല്ല, ഈ സംഭവം നടക്കുന്നതിന് മുൻപ് പരിക്കുണ്ട്. ആ പരിക്ക് പൂർണ്ണമായും ഭേദമായിരുന്നു? ഇല്ല, ഭേദമായിട്ടില്ല. 1 വർഷം കൊണ്ടേ ഇത് ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. 3 ഞരമ്പ്, പ്രധാനപ്പെട്ട 3 ഞരമ്പാണ് കയ്യിലെ ഞാടിയിലെ 3 ഞരമ്പാണ് അറ്റുപോയത്. ഇത് കഴിഞ്ഞ് അവസാനം ബന്ധപ്പെട്ടതെന്ന് പറയണത് അത് എത്രാം തീയതി ആയിരുന്നടി ഇവിടെ വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞു? 2 മാസം ആയില്ല. കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞതിന് മുമ്പലത്തെ മാസം. അത് തന്നെ. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടിട്ടില്ല. ഈ സംഭവം നടന്നതിന് ശേഷം ബന്ധപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇത് നടന്നതിന് ശേഷമാണ് ഇവിടെ ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. സുഭദ്ര എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു പെണ്ണുപിള്ളയാണ്. അവരൊക്കെ അറിയാം. അവർ കല്യാണത്തിന് മുമ്പ് ഇവിടെ ആൻറ്റി എന്ന് പറഞ്ഞാണ് അവൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഒരാഴ്ച പറ്റ നിന്ന് കല്യാണത്തിന് മുൻപ് ഇവരാദ്യം ഞങ്ങളിവിടെ കല്യാണം ആലോചിക്കുന്നത്, ഇവൾക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല. കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് അവൾ ഇവിടെ വന്നിട്ട് പിന്നെ 2 ദിവസം ഇവിടെ നിന്നായിരുന്നു. 2 ദിവസം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വലിയ പിന്നെ കാര്യങ്ങളായിട്ടൊക്കെ പിന്നെ അവരെ പരിചരിക്കുകയും നല്ല രീതിയിലൊക്കെ പറയുന്നത് നല്ലൊരു പെണ്ണുപിള്ളയാണ്. അവർ കുറച്ച് പൈസയൊക്കെ കടം കൊടുക്കുകയും പലിശ കൊടുക്കുകയും അങ്ങനെയൊക്കെ അവർ മാതൃക്കന്മാരും ഇല്ല. അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു പെണ്ണുപിള്ളയായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അവരെ ഇങ്ങനെ ഒരു കൊലപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വല്ല ദുഃഖങ്ങളുണ്ട്. കാര്യം പണത്തെ തല്ലിയൊന്നും ചർക്കം ഉണ്ടായിട്ടില്ല. ഇവർ നേരത്തെ തന്നെ എൻ്റെ അടുക്കൽ നിന്ന് പൈസ പിന്നെ ഇവരുടെ അടുക്കുന്ന പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഷർമിള, കല്യാണത്തിന് മുൻപ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഈ പെണ്ണുമ്പിള്ള ഇവിടെ വന്ന സമയത്ത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ ഇടക്ക് അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞ് അത് വന്നത് ഈ കാശിന് വേണ്ടിയിട്ടാണ്. അവർ 7000 രൂപ പിന്നെ ഇവർ ഷർമിള മേടിച്ചിട്ടുണ്ട്, ആ കാശ് എനിക്ക് കിട്ടണം, കിട്ടിയെങ്കിലേ പോകാനൊക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നമുക്കത് നാണക്കേടല്ലേ.